ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് മിക്കപ്പോഴും വീഡിയോയിൽ വരാറുള്ള കംപ്ലയിൻസ് ആണ് നമ്മൾ വീഡിയോയിൽ ലെങ്ത് കുറവാണ്, കുറച്ച് കാര്യങ്ങളെ കാണിക്കാനുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ആ പരാതിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുന്നത്ത് നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ രാവിലെ അത്താഴത്തിന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിന് എണീറ്റാൽ ഞാൻ എന്നും ഈ ഒരു ബ്രെഡും പാലും ഇത് തന്നെ കേട്ടോ കഴിക്കാറുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ്. എനിക്ക് വേറെ ഒന്നും ഈ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ എണീറ്റത് കുറച്ച് നേരം വൈകിട്ടാണ്. അപ്പോൾ ഞാൻ എണീറ്റിട്ടും ഇവ എണീറ്റിട്ടുണ്ടായില്ല. ഇവാക്കാണെങ്കിൽ രാവിലെ എവിടെയും പോകണ്ടാത്തതുകൊണ്ട് തന്നെ നല്ല ഉറക്കമുണ്ടോ. ഇവയെ എണീപ്പിക്കാന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞാൻ എന്താ പുറത്തോട്ട് ചെന്നപ്പോൾ ഉമ്മ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മക്ക് രാവിലെ എണീറ്റാൽ എല്ലാ ദിവസവും ചെടി നനയ്ക്കലും അതുപോലെ തന്നെ ഈ ഒരു ഇന്റർലോക്ക് ഉണ്ടല്ലോ, ഇന്റർലോക്കൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കലൊക്കെയാണ് ഉമ്മയുടെ മെയിൻ പണി എന്ന് പറയുന്നത്. വാപ്പ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യായിരുന്നു കേട്ടോ. വാപ്പാക്ക് എന്നും എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാപ്പ അതിൻ്റെ പിറകെ ആയിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചു ആണെങ്കിലും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് അവളും എണീറ്റിട്ടുണ്ടായില്ല. നേരം വൈകിട്ടാട്ടോ എണീറ്റത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവയെ എണീറ്റ പാട് തന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ ബ്രഷ് ചെയ്യിച്ച് കുളിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിക്ക ദിവസം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം തലയിൽ എണ്ണയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്, പേനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ എണീറ്റ പാടെ കുളിപ്പിക്കില്ല. അല്ലാത്ത ദിവസങ്ങളിൽ അവൾ എണീറ്റ പാടെ തന്നെ കുളിപ്പിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പണി വേഗം ഒതുങ്ങും. പിന്നെ ഇവളെ നേരം വൈകി കുളിപ്പിക്കുകയാണെങ്കിൽ ഇവള് ബാത്ടബിലൊക്കെ ഇരുന്ന് കളിക്കാനായിട്ടൊക്കെ കുറേ നേരം കളയും കേട്ടോ. പക്ഷെ ഒരു ഉറക്കപ്പിച്ചിൽ തന്നെ കുളിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം വേഗം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും കേട്ടോ. വലിയ പണിയില്ലാണ്ട് തന്നെ അവളെ കുളിപ്പിച്ചിറക്കാൻ പറ്റും. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് കണ്ണെഴുതണം എന്നൊക്കെ ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്നും കണ്ണെഴുതിത്താ മേക്കപ്പ് ചെയ്തതാന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണും പെരുവൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഒന്നും കണ്ണെഴുതൂല കേട്ടോ ഇവൾക്ക്. പിന്നെ ഇവ ഇങ്ങനെ പറയുന്ന ദിവസങ്ങളിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ചെയ്യുന്നത് മേക്കപ്പ് അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവളുടെ സ്കിന്നിൽ ഇങ്ങനെ ടച്ച് ചെയ്യാണ്ട് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ചെയ്താലും ആൾക്ക് അത്രയ്ക്ക് അങ്ങനെ മനസ്സിലാവൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവ വാച്ചൊക്കെ കെട്ടാണ്ട് ഇവാക്കിപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വാച്ച് കെട്ടണം കേട്ടോ. ഞാൻ ഈ അടുത്തിടയ്ക്ക് വാങ്ങിക്കൊടുത്താണ്ട് ഈ വാച്ച് കുറേ ആയിട്ട് എന്നോട് പറയണതാണ് എനിക്ക് വാച്ച് വേണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്താണ്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ തൊട്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കെട്ടിയാൽ പിന്നെ ഉറങ്ങാൻ നേരം ഊരുള്ളൂ കേട്ടോ. ഇത് ടൈറ്റാൻ്റെ വാച്ചാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ ഇവ ഫുൾ ടൈം കെട്ടിക്കൊണ്ട് നടന്നിട്ടും ഡാമേജ് ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവാൾക്ക് ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ ഇന്നിവിടെ നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ബ്രെഡും പാലായിരുന്നു. ഞാനപ്പോൾ ഇവാൾക്ക് ബ്രെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവ ഒരു രീതിക്കും കഴിക്കണുണ്ടായില്ല കേട്ടോ. അപ്പോൾ അവൾ ഒറ്റ വലിക്ക് പാല് വലിച്ച് കുടിച്ചിട്ട് സ്ഥലം കാലിയാക്കി കേട്ടോ. അങ്ങനെ ഞാൻ തൽക്കാലം ഒരു ഏത്തപ്പഴം എടുത്തിട്ട് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നെയ്യിൽ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കഴിച്ചോളും. അല്ലാണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കിയാലും ആൾ കഴിക്കൂല കേട്ടോ. ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് പഴം വാട്ടിയിട്ട് അങ്ങനെ അത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ തന്നെ കുറേ കഷ്ടപ്പാട് വേണം. അല്ലാണ്ട് വെറുതെ ഒന്നും കഴിക്കില്ല കേട്ടോ. ഇവർക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നത് ഏറ്റവും മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പല പല അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കേട്ടോ ആ ഒരു ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്കൊരു ദിവസത്തിൽ തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കൽ. അങ്ങനെ ഇവയുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം തീരുമാനമാക്കിയിട്ട് ഞാൻ ആ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഇവയെ എണീറ്റ് ആ വഴി ഓടിയോണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടുണ്ടായില്ല. പിന്നെ റൂമിൽ വന്നിട്ട് ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊണ്ട് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് സെറ്റാക്കി ഇടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്രോഗിൻ്റെ പാവ ഇവ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ എടുത്തുകൊണ്ട് വന്നാട്ടോ. ഇവക്ക് അതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്ന് വാങ്ങിയിട്ട്. അപ്പോൾ ഫുൾ ടൈം അതിനെയും കൊണ്ടാട്ടോ ഇവ നടക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു വാച്ചാണ്. എൻ്റെ കയ്യിൽ ഒരു റോസ് ഗോൾഡ് വാച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മുന്നേ. നഫി എനിക്ക് വാങ്ങി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ചീത്തയായി പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വേണം എന്ന് കുറേ ആയിട്ട് ആഗ്രഹിച്ചിട്ട് ഞാൻ വാങ്ങിയാണ്ട് ഈ ഒരു ടൈമെക്സിൻ്റെ വാച്ചാണ്. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ
വാങ്ങിയാട്ടോ. അപ്പോൾ എനിക്ക് 2200 ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടിയത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല അടിപൊളി വാച്ചാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. ഞാൻ ഇവിടെ 3rd ബർത്ത്ഡേക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബ്ലാക്കിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതും ഒരു 400-500 റേഞ്ചിൽ ഓഫറിൽ കണ്ടപ്പോൾ പെട്ടെന്ന് വാങ്ങിയതാണ്. അപ്പോൾ റിച്ചു അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് എന്തൊക്കെയോ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഇവക്കുട്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവളുടെ ഒരു ടോയ്സ് ഒക്കെ ഉള്ള ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. ആ ബാസ്ക്കറ്റ് ആദ്യം തന്നെ വന്ന് എല്ലായിടും കൊട്ടിയിടും കേട്ടോ. എന്നിട്ട് അത് കൊട്ടിയിട്ടിട്ട് ഫുള്ള് വലിച്ചു വാരിയിട്ട് കളിയാണ് കേട്ടോ ഇവളുടെ പണി. അതിൻ്റെ ഇടയ്ക്ക് ഇവാക്ക് ഉച്ചക്കത്തേക്കുള്ള കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവാക്ക് കഞ്ഞി മുട്ട വറുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ചോറ് കൊടുക്കാൻ നിന്നാൽ അവൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം തുടയ്ക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ എല്ലാം അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ വേഗം റൂമുകളൊക്കെ തുടച്ച് വൃത്തിയാക്കായിരുന്നേ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിൽ നിന്ന് പുറത്ത് വന്നത്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ തുണി അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ ദിവസം തുണി അലക്കാറില്ല, കാരണം എൻ്റെ ഇവാടേയും ഡ്രസ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ ആട്ടോ തുണി അലക്കാറുള്ളത്. അങ്ങനെ അലക്കാനുള്ള തുണിയൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വേഗം തന്നെ ഇവാക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അൽഫാം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അറബിക് മസാല പൗഡർ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 5-6 വറ്റൽമുളക്, പിന്നെ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലി ഇല്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണേ. മല്ലി ഉണ്ടെങ്കിൽ മല്ലി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക കേട്ടോ. അങ്ങനെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്കിത് മന്തി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അറബിക് റെസിപ്പീസ് എന്തുണ്ടാക്കിയാലും നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് കുറേ നാൾ മുന്നേ ഏതോ ഒരു കുക്കറി ചാനലിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ തൊട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. നല്ലതാണ് ഈ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വിരിച്ചിടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇവിടെ ഷീറ്റിൻ്റെ അടിയിലാണ് കേട്ടോ വിരിക്കണത്. കാരണം ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വെയിലത്തിട്ടിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഷീറ്റിൻ്റെ അടിയിലാണ് കേട്ടോ തുണിയൊക്കെ വിരിക്കണത്. ഇനിയിപ്പോൾ അൽഫാമിനുള്ള മസാല പുരട്ടി വെക്കാൻ പോകാണ്ട്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിനി ബാക്കിയുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാവേ. ഇനിയിപ്പോൾ ഒരു മിക്സി ജാറിൽ ഒരു പകുതി സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി 1-2 പച്ചമുളക് ചേർക്കാം. നമുക്ക് എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 6-7 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണേ. ഉമ്മായും വാപ്പ അതിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വൈമാളിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഇവ ഗേറ്റിൻ്റെ അവിടെ തന്നെ നോക്കി നിൽക്കാട്ടോ. ഇവാക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, ഇവാക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ഇവയുടെ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്ടോ, പൂച്ച നിൽക്കണ പോലെ. അപ്പോൾ ഉമ്മ വന്നപ്പോൾ അവോക്കാഡോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വൈകിട്ടത്തേക്ക് അവോക്കാഡോ തന്നെ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള അവോക്കാഡോ ആയിരുന്നേ. അപ്പോൾ കുറച്ച് പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം പാത്രങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ജ്യൂസ് അടിച്ചതിനും ചിക്കൻ മസാല പുരട്ടേനൊക്കെ കുറച്ച് പാത്രങ്ങളുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. ജസ്റ്റ് പാത്രമൊക്കെ കഴുകി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൽക്കാലം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ
ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മായും വാപ്പായും വന്നപ്പോൾ കുറച്ച് സമൂസ, അതുപോലെ തന്നെ എന്താ പരിപ്പ് വട, പിന്നെ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ എന്താ ബാങ്ക് വിളിക്കാനുള്ള സമയമൊക്കെ അടുത്ത് തുടങ്ങി. അപ്പോൾ പിന്നെ വേഗം തന്നെ പോയിട്ട് ജ്യൂസൊക്കെ എടുത്തിട്ട് വന്നിട്ട് എല്ലാം ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ച് ഒന്ന് സെറ്റാക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ നോമ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ ഇവക്കുട്ടി നോമ്പ് തുറക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയിട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഇവക്കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവയെ പഠിപ്പിക്കാന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഇവ തീരെ ഇരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പം ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കണോണ്ട് ആള് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്ന് തരുന്നുണ്ട്. അപ്പം ആൾക്ക് പഠിക്കാനായിട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ എഴുതാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. എഴുതാനായിട്ട് തീരെ അങ്ങനെ ഇരുന്ന് തരാറില്ല. പിന്നെ എങ്ങനെയൊക്കെയൊക്കെ ഇങ്ങനെ കുറച്ചായിട്ടൊക്കെ പഠിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇവയെ. അപ്പോൾ 5-10 മിനിറ്റൊക്കെ ഇവ ഇങ്ങനെ പഠിക്കാനായിട്ട് ഇരുന്ന് തരുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ നേരമൊന്നും ഇരിക്കില്ല. അതിൽ കൂടുതൽ നേരം ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അടിയായി, വഴക്കായി, കരച്ചിലായി, അങ്ങനെ ആകെ മൊത്തം സീനായിരിക്കും. അപ്പോൾ ഇരിക്കണ നേരത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇവയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അൽഫാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പാനിൽ തന്നെ കേട്ടോ ഫ്രൈ ചെയ്യണത്. അപ്പോൾ അത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മൂടിയൊക്കെ വെച്ച് ചെറുതായിട്ട് അറിയാലോ അൽഫാം ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അതൊന്ന് സെറ്റ് ആക്കണുണ്ട്. ശരിക്കും അൽഫാം ഉണ്ടാക്കാനുള്ള ഗ്രില്ലൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ പാനിൽ പോയിട്ട് അൽഫാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രില്ലിൽ ഉമ്മ പുളി ഉണക്കാനായിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഇതിൽ അൽഫാം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഉമ്മാക്ക് ഈ വക സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഉമ്മാടെ നോർമൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അങ്ങനത്തെ അൽഫാമിന്റെ ഫൈനൽ പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചിരട്ട കണ്ണിലൊക്കെ ഇട്ടിട്ടൊന്ന് പുകച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മൈനീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈനീസ് ഉണ്ടാക്കണമൊന്നും കാണിക്കണില്ല, അവർ എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി അൽഫാം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടോ, പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും അൽഫാമും ആണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവാക്ക് ഞാൻ കൊടുക്കാൻ നോക്കിയപ്പോൾ ഇവാക്ക് ഭയങ്കര ജാടായിട്ട് ഇവ കഴിക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നാലും എൻ്റെ കാര്യം നോക്കാം, ഇവാക്ക് അത് കഴിഞ്ഞ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ഹെവി ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം തന്നെ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.